എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഇമ്മാനുവലച്ച സിസ്റ്ററെ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇറ്റാലിയനൊക്കെ പഠിച്ചു വരുന്നുള്ളത് കൊണ്ട് അധികം ഇറ്റാലിയൻ പറയാൻ അറിയില്ല. ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുക. ഈസ്റ്ററിൻ്റെ പ്രസംഗം ഞാൻ പള്ളിയിൽ പറഞ്ഞതാണ്, നിങ്ങളത് കേട്ട് കാണും. നമുക്ക് ഈസ്റ്ററിൻ്റെ നമ്മളുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഈസ്റ്റർ. ഏറ്റവും വലിയ തിരുനാളുമാണ്. ഞാനിന്ന് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പറയാൻ ആഗ്രഹിക്കുക നമ്മുടെ ഈ കൂട്ടായ്മയെ കുറിച്ചാണ്. സ്നേഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നന്മയുടെ പേരിൽ ആളുകൾ എവിടെയൊക്കെ ഒരുമിച്ച് കൂടുന്നുവോ അത് തീർച്ചയായിട്ടും ഒരു സുവിശേഷ പ്രഘോഷണം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം എല്ലാ നന്മയുടെയും ആത്യന്തികമായ ഉറവിടം അത് തമ്പുരാൻ തന്നെയാണ്. ഒരു ഗുരു ഒരിക്കലും തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം ചോദിക്കുകയുണ്ടായി, നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണോ അതോ അതിൻ്റെ മാർഗമാണോ പ്രധാനപ്പെട്ടത് എന്ന് ചോദിക്കുക. അപ്പോൾ ആദ്യത്തെ ശിഷ്യൻ മറുപടി പറയും, ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ ആള് അതിന് മറുപടിയായിട്ട് പറയുക, ആ മാർഗമാണ്, ഏത് മാർഗത്തിലൂടെയാണ് ലക്ഷ്യത്തിലെത്തുന്നത് അതാണ് പ്രധാനപ്പെട്ടത് എന്ന് പറയുക. പക്ഷെ മൂന്നാമത്തെ ശിഷ്യൻ വളരെ വ്യത്യസ്തമായൊരു ഉത്തരമാണ് പറയുന്നത്. ലക്ഷ്യവും മാർഗവുമല്ല, പക്ഷേ ആ യാത്രയിൽ നമ്മുടെ കൂട്ട് ആര്, ആ കൂട്ട് എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ള ഒരു സന്ദേശം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ സൗഹൃദങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ സ്നേഹത്തിന് അനുഭവമാക്കി ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും മാറ്റാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു പഴയ കഥ നിങ്ങൾ കേട്ട് കാണും. യുദ്ധരംഗത്ത് പരിക്കേറ്റ് വീണ ഒരു പടയാളി, ആ പടയാളിയെ ചെന്ന് കാണാനായിട്ട് മേലുദ്യോഗസ്ഥനോട് അനുവാദം ചോദിക്കുകയാണ് ഒരു പട്ടാളക്കാരൻ. അപ്പം അയാൾ പറയുക, ഇപ്പോഴും നീ യുദ്ധഭൂമിയിലേക്ക് പോവുകയാണെങ്കിൽ നീ നിന്റെ മരണത്തിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ മുറിവുകൾ ഏറ്റുവാങ്ങാനാണ് നീ പോകുന്നത് എന്ന് തിരിച്ചറിയുക എന്ന് പറയുക. പക്ഷെ ഇയാൾ ഒരു വിധത്തിലൊക്കെ തന്നെ മേലുദ്യോഗസ്ഥനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതിന് ശേഷം ആ യുദ്ധഭൂമിയിലേക്ക് പോയിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. പോയിട്ട് വരുമ്പോൾ വളരെയധികം മുറിവുകളൊക്കെ ആയിട്ടാണ് അയാൾ വരിക. അപ്പം ഈ മേലുദ്യോഗസ്ഥൻ അയാളോട് ചോദിക്കും, നിർത്താറായെന്ന് പറഞ്ഞില്ല. അപ്പൊ ഈ മേലുദ്യോഗസ്ഥൻ അയാളോട് ചോദിക്കും, ഇപ്പൊ എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞത് നീ മനസ്സിലാക്കിയോ? അപ്പൊ നിന്റെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളായിട്ടാണ് നീ തിരിച്ചു വരുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ അദ്ദേഹം മറുപടി പറയുന്നത് എങ്ങനെയാണ്, തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് മുറിവുകൾ എൻ്റെ ശരീരത്തിൽ ഏൽക്കേണ്ടി വന്നു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മരിക്കുന്നതിന് മുൻപ് അവൻ്റെ ശിരസ് എൻ്റെ മടിയിൽ ചേർത്ത് വയ്ക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു എന്ന് പറയുകയാണ്. അതെനിക്ക് നൽകിയത് വലിയ സംതൃപ്തിയാണ്. സൗഹൃദങ്ങൾ മരണത്തോളം നീണ്ടു നിൽക്കുന്നതാകട്ടെ, തീർച്ചയായിട്ടും നമ്മുടെ ഈ കൂട്ടായ്മ എപ്പോഴും നമ്മുടെ മരണം വരെ തുടരുന്നതാകട്ടെ. അതിൽ നിന്നും ഒരുപാട് നന്മയുണ്ടാകട്ടെ, ആത്മധൈര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും